ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന മോളിവുഡിന്റെ വലിയ സിനിമ L2 എമ്പുരാന്റെ സെൻസറിംഗ് അങ്ങനെ പൂർത്തീകരിക്കുകയാണ്. ഇക്കഴിഞ്ഞ മാർച്ച് 4-ാം തീയതിയാണ് സിനിമ സെൻസറിങ്ങിനായിട്ട് സബ്മിറ്റ് ചെയ്തതെങ്കിലും ഇന്നാണ് സിനിമയുടെ സെൻസർ സർട്ടിഫിക്കറ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അത് പ്രകാരം സിനിമയുടെ ഡ്യൂറേഷൻ അപ്ഡേറ്റ് എല്ലാം തന്നെ വന്നിരിക്കുകയാണ്. സിനിമയ്ക്ക് 3 മണിക്കൂറിനടുത്ത് ഡ്യൂറേഷൻ ഉണ്ട്. കൃത്യമായി പറയുകയാണെങ്കിൽ 179 മിനിറ്റ് 52 സെക്കൻഡാണ് എമ്പുരാൻ എന്ന സിനിമയുടെ ആകെ ദൈർഘ്യം. അപ്പോൾ ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിലും ഡ്യൂറേഷൻ എല്ലാം തന്നെ വെച്ച് നോക്കുകയാണെങ്കിലും മലയാളത്തിന്റെ അടുത്ത വലിയ സിനിമയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ലൂസിഫർ എന്ന സിനിമയുടെ 2ാം ഭാഗമായിട്ട് വരാനായിട്ടിരിക്കുന്ന എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ലൂസിഫറിനേക്കാൾ ഡ്യൂറേഷൻ ഉണ്ട് എന്ന് കൂടി ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നു. ലൂസിഫറിന് ഏകദേശം 2 മണിക്കൂർ 54 മിനിറ്റ് ആയിരുന്നു ഡ്യൂറേഷൻ എന്നായിരുന്നു ഓർമ്മ. എന്തായാലും എമ്പുരാൻ എന്ന സിനിമ നല്ല ദൈർഘ്യമുള്ള സിനിമ തന്നെയാണ്. സെൻസറിങ്ങിന് ശേഷം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ എന്തെന്നാൽ സിനിമയിൽ കട്ട് കൂടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഒരുപക്ഷെ ആ കട്ടുള്ള ഭാഗം കൂടി സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ 3 മണിക്കൂറിനപ്പുറം സിനിമയുടെ ഡ്യൂറേഷൻ കടക്കുമായിരുന്നു എന്ന് വ്യക്തം. എന്തായാലും എമ്പുരാൻ എന്ന സിനിമയുടെ അടുത്ത അപ്ഡേറ്റുകൾ സെൻസറിങ്ങിന് ശേഷം വരുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ട്സ്. അപ്പോൾ ഈ വീക്കെൻഡോടെ തന്നെ എമ്പുരാന്റെ അടുത്ത ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ വന്നു തുടങ്ങും. ഗാനത്തിന്റെ അപ്ഡേറ്റ് ഉടനെ പുറത്തു വരുമെന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റിലുണ്ട്. മാർച്ച് 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്താനായിട്ടൊരുങ്ങുന്ന എമ്പുരാൻ എന്ന സിനിമയ്ക്കായിട്ട് ഇനി 20 ദിവസങ്ങൾ മാത്രം ബാക്കി. കാത്തിരിക്കൂ കൂടുതൽ എമ്പുരാന്റെ ആവേശഭരിതമായ വാർത്തകൾക്ക്.